യേശുദേവാ യേശുനാഥ നീയാണീ ഉലകത്തിൻ നായകൻ, എന്നുമെന്നും നാഥനും നായകനുമായവൻ. വിണ്ണുലകത്തിൽ നിന്നിറങ്ങി മനുജാതനായി വന്നു, മാ ഗുരുവായി വിളങ്ങി. ജീവവാദിയാകും യേശു നായക, നീ വാക്കനായക. പാവനനാം ദേവ, അല്ലലുള്ളൊരാടുകൾക്ക് നല്ല ഇടയനാണു നീ. മനസ്സറിഞ്ച തോളിലെന്തും ദുഃഖനാളിലെന്നും നീ. നിൻ ജനങ്ങൾ നിന്നെ അറിയുന്നു ദേവ, നിർണയം നീയും അറിയുന്നു. അവരെയെല്ലാം കന്യമറിയത്തിനുരുവായി യേശു 2000 വർഷം കഴിഞ്ഞിതാ. അത്ഭുതം നിറഞ്ഞൊരു ജനനം, സൗന്ദര്യം നിറഞ്ഞൊരു ദൂതന്മാരാത്തു പാടി. അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ മനുജ സമാധാനം. താരക ശോഭയാ ഭൂമി നിറഞ്ഞു. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വളർന്നു. ഭാവി പുത്രത്തിൽ ദൈവപുത്രനായി യേശു രക്ഷകൻ വളർന്നു. ഏടിയും വിസിയുമായി കാലഘട്ടം അവനാൽ തിരിക്കപ്പെട്ടു. തിരുവചനത്തിനാ പല പേരുകളിലായി. ഗോത്രത്തിലെ സിംഹം, നല്ല ഇടയൻ ഇമ്മാനുവേൽ, ദൈവവചനം, സമാധാന പ്രഭു, ജീവന്റെ അപ്പം. ദൈവത്തിൻ കുഞ്ഞാട്, രാജാതി രാജാവ്, വഴിയും സത്യവും ജീവനും. മിശിഹാ യേശുവിൻ നാമം, മധുരിമനാമം, ഇണയില്ലാ നാമം. ഇമ്പനാമം, വാനിലും ഭൂമിയിലും മേലായ നാമം. വാനാധിവാനവൻ വാനത്തമഖിലവും നൽകിയിടും നാമം. ആശ്രിതർക്കാലംബദായക നാമം. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ പാപിയാ. മനുഷ്യരുടെ പാപ പരിഹാരത്തിനായി യേശു 3 കുരിശിൽ തൂക്കപ്പെട്ടു. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയാലനേകം അത്ഭുതം ചെയ്തു. പാലിൽ വെള്ളം വീഞ്ഞാക്കി, കുരുടൻ കാഴ്ച, ചെകിടൻ കേൾവി, പൂവൻ സംസാരശേഷി. അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു. പല രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. കാരണമൊന്നുമില്ലാതെ ക്രൂശിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു അനേക മഹാന്മാർ. ഇവിടെ ജീവിച്ചു മരിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യേശു മാത്രം മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തപ്പെട്ടു. ഉയർത്തു 4-ാം നാൾ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. വീണ്ടും മടങ്ങി വരുമെന്നും തന്റെ ഉപദേശങ്ങളെ പാലിച്ച വിശുദ്ധരെ വീണ്ടും വന്ന് സ്വർഗത്തിലേക്ക് ചേർക്കുമെന്നരുളി ചെയ്തിട്ടുണ്ട്. താമസമെന്നേ യേശു തൻ ദൂതരുമായി ആകാശമേഖലയിൽപ്പെട്ടു. യേശു തൻ സ്വഭാവത്തിൻ അനുരൂപരായി തീർന്നവർ സ്വർഗ്ഗേ ചേർത്തിടും. യേശുനാഥൻ ചേർത്തിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.